ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു. ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ഇത് ഒരു വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ? സുജയ, ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതായത് ദിയ കൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ പണം അതായത് റഹീസ് റഷീദ്, നമുക്ക് ഓരോ കാര്യങ്ങളായി വ്യക്തത വരുത്തി പോകാം. റഹീസ്, ഇപ്പോൾ ഈ O/OC അതാണല്ലോ ദിയ കൃഷ്ണയുടെ സ്ഥാപനം. അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച് കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദിയ കൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത്? എത്ര കാലമായി ഈ അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട്? 2024 ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ക്യാരിങ് ആയതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ടാണ്, എത്രയൊക്കെ പണം ആർക്കൊക്കെയാണ് നൽകിയത് അതാണ് അറിയേണ്ടത്. കാരണം റഹീസ് റഷീദ്, ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, 8 ലക്ഷത്തിലധികം രൂപ ഇവർ ദിയയ്ക്കൊപ്പം അല്ലെങ്കിൽ ദിയയുടെ സഹോദരിമാർക്കൊപ്പം കൃഷ്ണകുമാറിനൊപ്പം ഉള്ള സമയത്ത് തന്നെ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാൻ പറയുന്നു. അപ്പോൾ പണയം വെച്ച് ആ പണം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അക്കാര്യത്തിൽ പോലീസ് ഒരു വസ്തുതാ പരിശോധന നടത്തിയിട്ടുണ്ടോ? കാരണം ഇവർ 8 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തുക എവിടെ നിന്നാണ് വന്നത്? പണയം വെച്ച് കൊണ്ടുവന്നു, കയ്യിലുണ്ടായിരുന്നതെല്ലാം ചേർത്ത് കൊടുത്തു, ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നു. എന്തൊക്കെ കഥകളാണ് അപ്പോൾ ഈ പെൺകുട്ടികൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയത്? റഹീസ് റഷീദ്, അക്കാര്യത്തിൽ അവർ നൽകിയ കൃഷ്ണകുമാറിനെതിരെ നൽകിയ കേസുകളടക്കം അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? കൃഷ്ണകുമാറിനെതിരെ 3 ജീവനക്കാർ നൽകിയ പരാതി പോലീസ് പ്രാഥമികമായ തെളിവുകൾ, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡിജിറ്റൽ രേഖകളും നോക്കിയപ്പോൾ ദിയ കൃഷ്ണ പറയുന്നതിലാണ് വാസ്തവമെന്ന് ഏതാണ്ട് പോലീസ് വ്യക്തമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 3 ജീവനക്കാർ നൽകിയ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സംസാരിച്ച് അവരുടെ കൂടി ഉപദേശം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നിലവിൽ അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഇത് കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി. ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ജീവനക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഘടകം, ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ, അതായത് ഫോണിൽ നിന്നുള്ള വിവരങ്ങളും CCTV ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ ജീവനക്കാർ പറയുന്ന കാര്യങ്ങൾ വാസ്തവമല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ. റഹീസ്, ഇനി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടികൾ പറഞ്ഞത് ഇവരെ തട്ടിക്കൊണ്ടുപോയി, നിങ്ങളുടെ അനുവാദമില്ലാതെ ബലത്തോടെ കൊണ്ടുപോയാൽ അതല്ലേ തട്ടിക്കൊണ്ടുപോകൽ? ഈ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ഇതിൽ ചേർക്കണോ എന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണെങ്കിൽ ഇവർ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുമൊക്കെ ഒപ്പം ആ കെട്ടിടത്തിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അതടക്കം ഇപ്പോൾ നേരത്തെ പുറത്തുവിട്ടല്ലോ കൃഷ്ണകുമാറിന്റെ
ഭാര്യയുടെയും ഒപ്പം തന്നെ അഹാനയുടെയും ഒക്കെ പലരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ വ്ലോഗുകളിലൂടെയൊക്കെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞതുമാണ്. CCTV ദൃശ്യങ്ങളും തെളിവുകളായുണ്ട്. അതോടൊപ്പം ഈ പെൺകുട്ടികൾ പറഞ്ഞ മറ്റൊരു കാര്യം, ATM വഴി ഓരോ ദിവസവും പണമെടുത്ത് ദിയയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ദിയ ഒരു ടാക്സ് വെട്ടിപ്പുകാരിയാണ് എന്ന രീതിയും ഒരു പ്രതീതി ഉണ്ടാക്കാൻ പോലും ഈ പെൺകുട്ടികൾ ശ്രമിച്ചിരുന്നു. ATM വഴി ഇവർ കാശ് എന്തെങ്കിലും വിത്ഡ്രോ ചെയ്തിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് റഹീസ്? സുജയ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ATM വഴി പണം പിൻവലിച്ച് ദിയയ്ക്ക് കൊടുത്തു എന്ന് ജീവനക്കാരുകൾ പറയുന്നത് കളവാണ് എന്നാണ് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ATM വഴി വലിയ തുക പല ദിവസങ്ങളായി വിഡ്രോ ചെയ്തതിന്റെ രേഖകളൊന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല. സ്വാഭാവികമായും ATM വഴി പണം കൊടുക്കണമെങ്കിൽ അത് കുറച്ചധികം പണമായിരിക്കും. അത് നിരന്തരം വിഡ്രോ ചെയ്യണം. അത് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും. അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിരന്തരം ATMൽ നിന്ന് കൂടുതൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ബലമായി ഇവരെ പിടിച്ചുകൊണ്ടുപോയി എന്നത് എന്ന പരാതി അവർ നൽകിയപ്പോൾ അത് പരിശോധിക്കാൻ പോലീസ് ഇന്നലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിൽ ദിയയോ അല്ലെങ്കിൽ അഹാനയോ കൃഷ്ണകുമാറോ ഇവരെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നതല്ല അതിനകത്ത് കാണുന്നത്. ഈ പെൺകുട്ടികൾ അവർക്കൊപ്പം വാഹനത്തിൽ സ്വമേധയാ കയറുന്ന ഈ പണം മാറ്റിയതിന്, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാദത്തിന്, ATMൽ നിന്ന് പണം എടുത്ത് ദിയയ്ക്ക് കൊടുത്തു എന്ന വാദത്തിന് ഒക്കെയുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടികളുടെ പരാതി അതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ? അതാണ് ഇനി പുറത്തു വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നതിനായി വലിയ രീതിയിൽ ജാതി വിവേചനം കാണിച്ചു തുടങ്ങിയ വലിയ വലിയ ആരോപണങ്ങൾ ചേർത്തുള്ള കേസാണ് ആ പെൺകുട്ടികൾ നൽകിയത്. അതൊരു കൗണ്ടർ കേസായി പരിഗണിക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കാണാം റിപ്പോർട്ടറിലൂടെ.